ഇംപ്ലിമെൻറ്റ് സ്റ്റാക്ക് യൂസിങ് ക്യൂസ്. അപ്പോൾ രാവിലെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ബ്രഷ്, പേസ്റ്റ്, ബിസ്ക്കറ്റ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കുറച്ച് വരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം പേസ്റ്റ് വേണം, പിന്നെ ആദ്യം ബ്രഷ് വേണം, പേസ്റ്റ് വേണം, ബിസ്ക്കറ്റ് വേണം. അപ്പോൾ നമ്മളൊരു സ്റ്റാക്ക് യൂസ് ചെയ്യണം. സ്റ്റാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ പേസ്റ്റ് കൊണ്ട് വെച്ചു, ബിസ്ക്കറ്റ് കൊണ്ട് വെച്ചു, പേസ്റ്റ് കൊണ്ട് വെച്ചു, ബ്രഷ് കൊണ്ട് വെച്ചു. രാവിലെ വരുമ്പോൾ നമുക്കത് ബ്രഷ് എടുക്കുക, പല്ല് വയ്ക്കുക, ബിസ്ക്കറ്റ് കഴിക്കുക. അതാണല്ലോ സ്റ്റാക്കിൻ്റെ ഗുണം. സ്റ്റാക്കിൻ്റെ വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ആദ്യം കണ്ട് ബ്രഷ് വെച്ച്, പിന്നെ പേസ്റ്റ് വെച്ച്, പിന്നെ ബിസ്ക്കറ്റ് വെച്ചാൽ രാവിലെ വരുമ്പോൾ ആദ്യം കിട്ടുന്ന ബിസ്ക്കറ്റ്. അങ്ങനെ ചെയ്യരുത്. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം വെക്കുന്ന സാധനം നമുക്ക് അവസാനം വേണ്ട സാധനമായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഇതാണ് സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്കിൽ നമ്മൾ ആദ്യം വെക്കുന്നത് അവസാനം വെക്കുന്നത് നമുക്ക് ആദ്യം കിട്ടും. പക്ഷെ ക്യൂവിൽ അങ്ങനെയല്ല. ക്യൂവിൽ ഇതിപ്പോൾ ഒരു ക്യൂ ആണെന്ന് വെച്ചു, ഇവിടെയാണ് ക്യൂവിൻ്റെ എൻട്രി, ഇത് ക്യൂവിൻ്റെ എക്സിറ്റ്. അപ്പോൾ ക്യൂവിൽ നമ്മൾ സ്റ്റാക്കിൽ വെച്ച മാതിരി ആദ്യമേ കൊണ്ട് ബിസ്ക്കറ്റ് വെച്ചാൽ ടിങ് 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 ബ്രഷും വെച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ എക്സിറ്റിലെത്തുന്നു. ഡി ക്യൂ ചെയ്യുവാണ്, പോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം കിട്ടുന്നത് ബിസ്ക്കറ്റ്, ബ്രഷ്, പേസ്റ്റ്. ഇങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പം ക്യൂവിൽ നമ്മൾ തിരിച്ച് ചെയ്യണം. ആദ്യം വെക്കേണ്ടത് ആദ്യം കിട്ടേണ്ട സാധനമായിരിക്കണം. ബ്രഷ് വെക്കുന്നു, പേസ്റ്റ് വെക്കുന്നു, ബിസ്ക്കറ്റ് വെക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ബ്രഷല്ലേ വേണം, ബ്രഷ് എടുക്കുന്നു, പിന്നെ പേസ്റ്റ് എടുക്കുന്നു, ബിസ്ക്കറ്റ് എടുക്കുന്നു. ഇങ്ങനെ വരും. അപ്പോൾ എങ്ങനെ ഈ സ്റ്റാക്കിൽ സെയിം സംഭവം ക്യൂ വെച്ചുണ്ടാക്കാം എന്ന് പറയുന്നത്, സ്റ്റാക്കിൽ ആദ്യം വെച്ചത് എന്താണ്? ബിസ്ക്കറ്റാണ്, പിന്നെ പേസ്റ്റ്, ബ്രഷ്. പക്ഷെ ക്യൂവിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് ക്യൂവിലും ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കും സാധനം പോകുന്നത്. പക്ഷെ നമുക്ക് സ്റ്റാക്ക് മാതിരി സാധനം വെളിയിൽ കിട്ടും. നമ്മൾ 3 സാധനം ക്യൂവിലോട്ട് കയറ്റി. നമ്മൾ ഇനി ഈ രണ്ട് ക്യൂ ആണുള്ളത്. ഓക്കെ, ഇനി ഈ ക്യൂവിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യൂവിലോട്ട് അങ്ങ് കയറ്റുക, ആ ഓർഡറിൽ തന്നെ കയറ്റുക. പോപ്പ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഇച്ചിരി പണിയെടുക്കുക. പോപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യൂവിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റാണ് കിട്ടുന്നത്. അത് കിട്ടേണ്ട സാധനം എന്താ? അവസാനം വെച്ച സാധനം. സ്റ്റാക്കിൽ അവസാനം വെച്ച സാധനമാണ് ആദ്യം കിട്ടുന്നത് എന്ന് പറയുന്നത് ബ്രഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യൂ വെച്ചിട്ട് ഈ സാധനം ഒന്നും പോകരുത്. പക്ഷെ നമുക്ക് സാധനം ആദ്യം ബ്രഷ് വേണേ. അപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യൂവിൽ നിന്ന് എലമെൻ്റ് എടുക്കുക, എലമെൻ്റ് എടുത്തിട്ട് സെക്കൻഡ് ക്യൂവിലോട്ട് പുഷ് ചെയ്യുക, ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക. ഫസ്റ്റ് ക്യൂവിൽ നിന്ന് പുഷ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ക്യൂവിൽ ഇപ്പോൾ 2 എലമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ക്യൂവിൽ 1 എലമെൻ്റ് ഉണ്ട്. ഈ എലമെൻ്റ് ഇതുപോലെ നമ്മൾ എക്സിറ്റ് ചെയ്യുക. ഇതിലോട്ട് വെക്കുന്നതിന് പകരം നമ്മളിപ്പോൾ പോപ്പല്ലേ ചെയ്യുന്നത്, ഡി ക്യൂ അല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാക്കിലെ പോപ്പാണ്, ബ്രഷ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ എന്തിനാണ് ഇതിനകത്തോട്ട് കയറ്റുന്നത്? നമുക്കിത് ആൻസർ അല്ലേ, ഇത് റിട്ടേൺ ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് ക്യൂ എം ടി ആകുമ്പോൾ നമ്മൾ കിട്ടുന്ന സാധനം റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ചെയ്തിട്ട് ഇനി ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ രണ്ടും സ്വാപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ക്യൂവിലെ സാധനങ്ങൾ ഡി ക്യൂ ചെയ്തിട്ട് സെക്കൻഡ് ക്യൂവിലോട്ട് കയറ്റി വരും. ഇപ്പോൾ സെക്കൻഡ് ക്യൂവിലെ സാധനമുണ്ട്, ഫസ്റ്റ് ക്യൂവിലെ സാധനമില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്യൂവും ഫസ്റ്റ് ക്യൂവും സ്വാപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്വാപ്പ് ചെയ്തു. ഇനി നമ്മൾ പോപ്പ് ചെയ്യുകയാണ്. പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ബ്രഷ്, പേസ്റ്റ്. മനസ്സിൽ വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഫസ്റ്റ് ക്യൂവിൽ നിന്ന് എലമെൻ്റ് എടുക്കുക, സെക്കൻഡ് ക്യൂവിലോട്ട് വെക്കുക. ഫസ്റ്റ് ക്യൂവിൽ നിന്ന് എലമെൻ്റ് എടുക്കുക, സെക്കൻഡ് ക്യൂവിലോട്ട് വെക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ക്യൂ കാലിയായി. ഫസ്റ്റ് ക്യൂ കാലിയായി കഴിഞ്ഞാൽ നമ്മൾ അത് സെക്കൻഡിലോട്ട് ഇടണ്ട, അത് റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യും? ലാസ്റ്റ് ഓപ്പറേഷൻ 2 ക്യൂവും സ്വാപ്പ് ചെയ്യുക. ഇനി പോപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ക്യൂവിൽ നിന്ന് എലമെൻ്റ് എടുക്കുന്നു, സെക്കൻഡ് ക്യൂവിലോട്ട് വെക്കുമ്പോൾ നോക്കുമ്പോൾ അയ്യോ ഫസ്റ്റ് ക്യൂ കാലിയാണല്ലോ, അപ്പോൾ ഇത് കയറ്റണ്ട. ഇതാണ് ആൻസർ. നമുക്കിത്
ബ്രഷ്, പേസ്റ്റ്, ബിസ്ക്കറ്റ് ആ ഓർഡറിൽ തന്നെ കിട്ടി. ഇങ്ങനെയാണ് 2 ക്യൂ വെച്ചിട്ട് ഒരു സ്റ്റാക്ക് ഉണ്ടാകും. താങ്ക് യു.